വെൽക്കം ഓൾ ഓഫ് യു. ഇന്നത്തെ സബ്ജക്റ്റ് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കും എന്നുള്ളത് പറയാം. അതോടൊപ്പം ആർക്കൊക്കെ പ്രയോജനപ്പെടും ഇതാണല്ലോ ഇപ്പോൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇലക്ട്രോണിക്സ് പഠിച്ചവർക്ക് പ്രയോജനപ്പെടും, ഒട്ടും പഠിക്കാത്തവർക്ക് പ്രയോജനപ്പെടും, ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രയോജനപ്പെടും. ഇങ്ങനെ എല്ലാ കൂട്ടർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ ചിത്രങ്ങളെ എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. 0101 എന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സത്യത്തിൽ ഈ 01 എന്നൊരു സംഖ്യ ഉണ്ടോ, അല്ലെ അതൊരു മിഥ്യാധാരണയാണോ? 0 ഇല്ല, 1 ഇല്ല. ഇതൊക്കെ ഓരോ അവസ്ഥകളെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ചിത്രം എങ്ങനെയാണ് അല്ലെങ്കിൽ ശബ്ദം എങ്ങനെയാണ് ഡിജിറ്റലി കൺവേർട്ട് ചെയ്യപ്പെടുന്നത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇലക്ട്രോണിക്സിൻ്റെ വളരെയധികം കാര്യങ്ങൾ ബേസിക് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഈ വിഷയം നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം, അതല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കാം. എവിടെ ഇങ്ങനൊരു സബ്ജക്റ്റ് ആരും വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നില്ല, അതൊരു സിലബസിലില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തുടർന്ന് വരുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ സ്പീഡിൽ നിങ്ങളെ പഠിപ്പിക്കാൻ കഴിയും. മാത്രമല്ല നിങ്ങൾക്കൊക്കെ വളരെ ബെനിഫിറ്റും ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പം നിങ്ങളും ഇതുപോലെ ആഗ്രഹിക്കുന്നവർക്കും ഷെയർ ചെയ്യാൻ മടിക്കണ്ട. എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്തോളൂ. വീഡിയോ മുഴുവനായിട്ട് താല്പര്യമുള്ളവർ കാണുക. എന്താണെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനൽ പോലെ ആരും നമ്മുടെ ചാനൽ വരാറില്ലല്ലോ. ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും തീർച്ചയായും നമ്മുടെ ചാനൽ വരിക. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു വിഷയത്തെ സീരിയസ് ആയി തന്നെ എടുക്കുക. ഇത് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളത് ബേസായിട്ട് ആദ്യം തന്നെ ഒരു ചിത്രം അല്ലെങ്കിൽ ശബ്ദം ഇതൊക്കെ എങ്ങനെയാണ് ഈ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞ സംവിധാനത്തിൽ അല്ലെ സെർവറുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് സൂക്ഷിച്ചു വെക്കാൻ ഇങ്ങനെ ഡാറ്റയായി കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്താണ്, അങ്ങനെ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് ഓരോ സെക്ഷനായിട്ട് നമുക്ക് വരച്ച് ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി ഒരു ബോർഡിൽ എനിക്കത് കാണിച്ചു തരാൻ പറ്റും. എന്നാലേ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അത് നമുക്ക് ഓരോ ഭാഗങ്ങളും വളരെ വിശദമായിട്ട് പഠിച്ചു നോക്കുക. എല്ലാം വ്യക്തമായി പഠിച്ചിരിക്കണം. എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഇലക്ട്രോണിക്സിലേക്ക് അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സർവീസിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും, നിങ്ങളിപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേൻ്റെ ആവശ്യം എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ മോണിറ്ററിൻ്റെ ആവശ്യം എന്താണ്, ഇതെല്ലാം അല്ലെ സിനിമയിലൊരു സ്ക്രീനിൻ്റെ ആവശ്യം എന്താണ്, ഇതെങ്ങനെ മനുഷ്യ മനസ്സുകളിൽ സ്വാധീനിക്കുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, ഇതെല്ലാം തമ്മിലുള്ള കോമ്പിനേഷനാണല്ലോ ഈ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരിപൂർണമായി പഠിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. 2, 3, 4, 5 ഭാഷകൾ, വ്യത്യസ്ത രാജ്യങ്ങൾ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള 5 ഭാഷകളായിക്കോട്ടെ. നിങ്ങളിപ്പോൾ ഈ മോണിറ്ററിൽ കാണുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ എന്താണ് കാണുന്നത്? 1 അതൊരു ചിത്രമാണ്. പിന്നെ ഒരു ഫുൾ സ്റ്റോപ്പ്, അതും ഒരു ചിത്രമാണ്. പിന്നെ പൂച്ച, ഒരു മലയാളിക്ക് വായിക്കാൻ വേണ്ടി അതിന്റെ സൗണ്ട് എന്താണ്? പൂച്ച എന്നാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു ചിത്രമായിരിക്കും. ഈ കൊടുത്ത പോലെ ഒരു പൂച്ചയുടെ ചിത്രം. പൂച്ചയുടെ പല വേർഷൻസ്, ഏത് വശത്ത് നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഒരു സങ്കല്പം നിങ്ങളുടെ മനസ്സിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചിത്രം നിങ്ങൾക്ക് ഉടൻ നിങ്ങളുടെ മനസ്സിൽ വരുന്നു. പൂച്ച എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നു. അത്രയും ഭാഗം മനസ്സിലായല്ലോ. ഇതേ സംഭവം തന്നെ ഇപ്പൊ നിങ്ങൾക്ക് തൽക്കാലം അറിയാൻ വേണ്ടി ഞാൻ പറയാം. ഇതിനെ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് 01 എന്നുള്ള ഫോർമാറ്റ് എന്ന് പറയാം. നമുക്ക് 0, 1. അപ്പൊ നിങ്ങൾക്ക് 1 നിങ്ങൾക്ക് തിരിച്ചറിയുന്നുണ്ടല്ലോ. അതുപോലെ 0 നിങ്ങൾക്ക് അറിയാം. 0101 എന്നീ ഡാറ്റ, അതാണല്ലോ നമ്മൾ ഈ വിഷയം. ഒരു ചിത്രത്തെ എങ്ങനെ നമ്മൾ 01 ആയി കൺവേർട്ട് ചെയ്യുന്നു അറിയണമെങ്കിൽ ഈ കാര്യം അറിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റേജ് കൺവേർഷനിലേക്ക് കിടക്കാം. അതേ സംഭവം തന്നെ ഒരു ഇംഗ്ലീഷുകാരൻ നോക്കൂ, 2. അതിലെന്താണ് ചെയ്തിരിക്കുന്നത്? കാറ്റ്. പുള്ളിന്റെ സൗണ്ട് കാറ്റ് എന്നാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ചിത്രം സെയിം ആയിരിക്കും. ഈ കൊടുത്തിരിക്കുന്ന 5 എണ്ണത്തിനും 1, 2, 3, 4, 5 5 ഭാഷക്കാരനും ചിത്രം പൂച്ചയുടേതാണ് മനസ്സിൽ വരുന്നത്. അതവിടെ റെക്കോർഡാണ്. പിന്നെ സൗണ്ട് മാത്രമേ ഇവിടെ മാറുന്നുള്ളൂ. ഒരാള് പൂച്ച എന്ന് കേൾക്കുന്നു, രണ്ടാമത്തെ ആള് കാറ്റ് എന്ന് കേൾക്കുന്നു. പിന്നെ ഹിന്ദിക്കാരൻ ബില്ലി അങ്ങനെയാണ് കേൾക്കുന്നത്. ബില്ലി അയാളെ എഴുത്തിന്റെ ചിത്രം മാറി, കണ്ടില്ലേ? ഹിന്ദിയിലെ അക്ഷരം മാറി. 4മത്തെ ഒരു അറബി എങ്ങനെയാണ്? അൽക്കുപതു. എന്റെ അറബി ശരിയാവണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ആവട്ടെ. അൽക്കുപതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പൂച്ചയാണ്. നേരെ വെച്ച് ചൈനക്കാരൻ നോക്കൂ, 5മത്തത്. പുള്ളിന്റെ ചിത്രം അവിടെ മാറുന്നു. ചൈനക്കാരൻ വളരെ എളുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിന്റെ ഉച്ചാരണം എന്ന് പറയുന്നത് മാവു. മാവു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച. അതാണ് ചൈനേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ചിത്രം ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന്
ഇനി വളരെ ചുരുക്കി 5 കാര്യങ്ങളോട് ഒരുമിച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ 1, 2, 3, 4, 5 എന്ന് പറയുന്നത് അതിനെ നമുക്ക് അഡ്രസ്സ് എന്ന് വിളിക്കാം. എന്ത് കാര്യങ്ങളും സൂക്ഷിച്ചു വെക്കാൻ ഒരു അഡ്രസ്സ് വേണം, ഒരു സ്ഥലം വേണം. അപ്പോൾ നമ്മളിതിനകത്ത് കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർ ആവട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ് ഡിസ്ക് എന്ന് പറയാം, അല്ലെങ്കിൽ സെർവർ എന്ന് പറയാം, ഏതൊക്കെ ഭാഷയിൽ വിവരിച്ചാലും ഇത്രയും ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വ്യത്യസ്ത ഭാഷകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തിന് അഡ്രസ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ഒരാൾ സെലക്ട് ചെയ്യുമ്പോഴും, നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആ ഒന്നെന്ന് പ്രസ് ചെയ്യുമ്പോഴേക്കും തന്നെ അതിന് മനസ്സിലായി മലയാളിയാണ് ചോദിക്കുന്നത്, അയാൾ ചോദിക്കുന്ന കാര്യങ്ങൾ മലയാളത്തിലായിരിക്കണം, അയാൾക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും അയാളുടെ എഴുത്തുകളും അയച്ചു കൊടുക്കേണ്ടത്. അതുപോലെ 4ാമത്തെ ഒരു നമ്പറാണ് അറേബ്യ എന്നൊരാൾ ടച്ച് ചെയ്യുമ്പോൾ സെർവറിന് മനസ്സിലാവും 4 ഇത് അറേബ്യനാണ് ഇവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുക. അതുപോലെ തന്നെയാണ് ട്രാൻസ്ലേഷനും. നിങ്ങൾക്ക് ഒരു ഭാഷയിൽ നിന്ന് മറ്റ് ഭാഷയിലേക്ക് ജസ്റ്റ് ഓരോ ക്ലിക്കിൻ്റെ ആവശ്യമുള്ളൂ. അഡ്രസ്സ് ഒന്ന് അങ്ങോട്ട് മാറ്റുമ്പോൾ, ഇപ്പോൾ 1 എടുത്തിട്ട് സെലക്ട് ചെയ്യുന്നു, 4ലേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ അത് അറബിലേക്ക് മാറുന്നു. ഇനി 1 എടുത്തതിന് ശേഷം നിങ്ങൾ 5ലേക്ക് ട്രാൻസ്ലേറ്റ് ടു 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5ലേക്ക് മാറുന്നു. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി നിങ്ങളുടെ മൊബൈലിൽ വരുന്ന ചിത്രങ്ങൾ എന്തായിരിക്കും? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക്, ചൈനീസ്, ഈ ഭാഷ. യഥാർത്ഥത്തിൽ നിങ്ങൾ ആ ഭാഷയിലൊന്ന് തൊടുന്ന സമയത്ത് അതിൻ്റെ അഡ്രസ്സ് മാത്രമേ അങ്ങോട്ട് പോകുന്നുള്ളൂ. അതുപോലെ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന മെയിൻ ചിത്രങ്ങളെല്ലാം സെയിം ആയിരിക്കും. അക്കങ്ങളും ചിത്രവുമായാണ് വെക്കുന്നത്, നമുക്ക് കാണുന്നത്. അതുപോലെ എഴുതുന്ന അക്ഷരങ്ങൾ, മലയാള അക്ഷരങ്ങൾ, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, അതും ചിത്രമാണ്. ബേസിക് ചിത്രം കോമൺ ആയിരിക്കും, എല്ലാ ഭാഷയ്ക്കും കോമൺ ആയിരിക്കും, ലോകം മുഴുവൻ കോമൺ ആണത്. അതുകൊണ്ടാണ് ഇത്ര ഈസിയായി തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ സെലക്ഷനും വളരെ എളുപ്പമാണ്. കാര്യം കമ്പ്യൂട്ടർ ഇപ്പം നിങ്ങൾ പോപ്പപ്പ് മെനുവിൽ നിങ്ങളൊരു ഭാഷ തിരഞ്ഞെടുക്കുക എന്നൊരു ഓപ്ഷൻ വരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ അവിടെ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ പൂച്ച എന്നുള്ളത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുന്നത് ഏത് ഭാഷ എന്നാണ്? 1 എന്ന് പറഞ്ഞാൽ മലയാളം. അതാണ് മലയാളം എന്നെഴുതിയ ചിത്രമാണ് നിങ്ങൾ പോപ്പപ്പ് മെനുവിൽ വരുന്നത്. 2ാമത്തത് നിങ്ങളുടെ ഭാഷയിൽ ഇംഗ്ലീഷ്, പിന്നെ ഹിന്ദി, അതിൽ അറബിക്, ചൈനീസ്, ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ അതിൽ വിരലുകൊണ്ട് ഒന്ന് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ചിത്രവും ആ ശബ്ദവും ഒരുമിച്ച് വരും. അതുകൊണ്ട് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് ഇങ്ങനെ ഓരോ ചിത്രങ്ങളും അവിടെ സേവ് ചെയ്തിരിക്കുന്നത് ഒരേ ഫോർമാറ്റിലായതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ഭാഗം മാത്രമേ മാറുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. ഇതാണ് ഒരു തരത്തിൽ കമ്പ്യൂട്ടറിന് വളരെ വേഗത്തിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. ഇത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആൾ ആക്സസ് ചെയ്താലും ഒരു സെർവറിനെ സംബന്ധിച്ച്, ഒരു സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോറേജ് സ്പേസിനെ സംബന്ധിച്ച് നിസ്സാരമാണ്. ഇതാണ് കാര്യം. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ എല്ലാ ഭാഷകളും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അതിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ മനുഷ്യൻ ഗ്രഹിക്കുന്ന ഭാഗം സെയിം ആയിരിക്കും എന്ന് പറയാൻ കാരണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ചിത്രങ്ങൾ വരുന്നത്, ചിത്രങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നോക്കൂ, ബോർഡിലാണെങ്കിൽ വൈറ്റ് ബോർഡോ അല്ലെ മറ്റേതെങ്കിലും ബോർഡാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പേന കൊണ്ട് മാർക്കർ ഉപയോഗിച്ച് എഴുതാം. അപ്പൊ ഒരു ചിത്രം നിങ്ങൾ കാണുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇനി ശബ്ദം വരികൾക്കാണ് ചെവി കൊണ്ട് കേൾക്കുന്നു. അപ്പൊ ഈ ചിത്രങ്ങൾ ബോർഡിലല്ല നമുക്ക് കാണണമെങ്കിൽ ഡിസ്പ്ലേ മീൻസ് ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഡിസ്പ്ലേ അല്ലെ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ മുഴുവൻ നമ്മളിത് നിർമ്മിച്ചിരിക്കുന്നത് LED വെച്ചിട്ടാണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് അല്ലെ ബൾബുകൾ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ബൾബുകൾ. അപ്പൊ അത് ബൾബിന്റെ എണ്ണം കൂടാം. 50,000 ബൾബാവാം, 1,00,000 ബൾബാവാം, 2,00,000 ബൾബാവാം. ബൾബുകളുടെ എണ്ണം കൂടുന്തോറും അതിന്റെ ക്ലാരിറ്റി വളരെ കൂടുതലായിരിക്കും. അതിനാണ് ഇലക്ട്രോണിക്സിന്റെ ഭാഷയിൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ ബൾബിന്റെ അളവ് ഏറ്റവും ചെറുതായിരിക്കണം, എണ്ണം വളരെ കൂടുതലായിരിക്കണം. അങ്ങനെ വരുന്ന സ്ക്രീനിനാണ് നല്ല ക്ലാരിറ്റി എന്ന് പറയുന്നത്. വളരെ എണ്ണം കുറഞ്ഞതും വലിയ LED വെച്ച് ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ ബസ്സിലൊക്കെ കാണുന്ന ഒരു മൂവിങ് മെസ്സേജ് ഡിസ്പ്ലേ എന്ന് പറയുന്നതും ഒരു ബോർഡാണ്. അതിന് ക്ലാരിറ്റി കുറയാൻ കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന LED വലിയ LED എണ്ണത്തിലും വളരെ കുറവാണ്, റെസൊല്യൂഷൻ കുറവാണ്. ഇനി ഒരു LED ഉപയോഗിച്ച് ഒരു സ്ക്വയർ വരച്ചിട്ട് അതെങ്ങനെയാണ് അതിന്റെ പ്രകാശിപ്പിക്കുന്നത്, അതിനകത്തേക്ക് ഒരു അക്ഷരം തെളിയുന്നതെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കൺവേർഷനിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ LED ഉപയോഗിച്ച് വയർ ചെയ്തൊരു ബോർഡാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എണ്ണി നോക്കാം. ഇതിനകത്ത് ആകെ 100 LED ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇടതുവശത്ത് നിന്നിക്കോളും, മുകളിൽ നിന്ന് 1, 2, 3 അങ്ങനെ താഴെ ഇടത്തേ അറ്റം നിങ്ങൾ ഉണ്ടാണ്, താഴോട്ട് 10 LED. അതുപോലെ ഏറ്റവും മുകളിൽ നിന്ന് വലതുവശത്തേക്ക് 10 LED. ഇപ്പോൾ 10 × 10 100 LED. ഇങ്ങനെയാണ് LED എണ്ണം കൂടുന്തോറും ക്ലാരിറ്റി കൂടും, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ LED നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് ചിത്രം തെളിയണമെങ്കിലും
അതിന് അനുയോജ്യമായ LED മാത്രം ഓൺ ആയ അവസ്ഥയിൽ വരുന്നു, ബാക്കിയെല്ലാം ഓഫിൽ കിടക്കുന്നു. അപ്പോഴാണ് നമുക്കത് ചിത്രമായിട്ട് തോന്നുന്നത്. ഇപ്പൊ ഡിജിറ്റൽ പറയുകയാണെങ്കിൽ 1 എന്നതിന്റെ ചിത്രം 1 കാണും, 2ന്റെ ചിത്രം കാണും, ഒരു ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ കാണും. ഇങ്ങനെ എത്രത്തോളം LED-കളുടെ എണ്ണം കൂടുന്നോ അതിലാവശ്യമുള്ള ഭാഗത്തൊക്കെ അതാത് കളറിൽ LED ഓൺ ആവുമ്പോഴാണ് നമുക്ക് ആ യഥാർത്ഥത്തിൽ ചിത്രമായി തോന്നുന്നത്. വളരെ അടുത്തടുത്ത് വരുന്ന സമയത്ത് ഈ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇതിനിടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഗ്യാപ്പ് കാണാം. അത് നിങ്ങൾക്ക് മനഃപൂർവ്വം മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്ര വിശാലമായിട്ട് കാണിച്ചിരിക്കുന്നത്. ചെറുതായി കഴിയുമ്പോൾ കാണില്ല. എക്സാമ്പിൾ, നിങ്ങൾ മൊബൈൽ ഫോണിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് LED-കൾ കാണാൻ കഴിയില്ല. മറിച്ച് ഒരു വലിയ ലെൻസ് ഉപയോഗിച്ച് അതിലോട്ട് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ഒരു മുട്ടുസൂചിയുടെ അറ്റത്ത് കാണുന്ന കുത്തുകൂടുള്ള LED-കൾ അനേകം അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. ഇനി അടുത്തതായിട്ട് ഇതിൽ നമുക്ക് വരാൻ പോകുന്ന ബോർഡ്. ഇവിടെ ഞാനൊരു ബോർഡ് കൊടുത്തിരിക്കുന്നു. അത് LED-യിൽ റെഡ് കളർ ഉപയോഗിച്ച് ചെയ്തൊരു ബോർഡാണ്. അതിൽ നോക്കൂ, കുറെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പോലെ നിങ്ങൾക്ക് തോന്നും. NE അങ്ങനെ അക്ഷരങ്ങളൊക്കെ മുകളിൽ ON എന്നൊക്കെ വരുന്നുണ്ട്. പിന്നെ 2 ഡിജിറ്റ് 32 32 × 32 CM ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു. അതൊക്കെ യഥാർത്ഥത്തിൽ ആ LED അവിടെ ഓണായി നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുകയാണ്. അങ്ങനെ ഒരു അക്ഷരമില്ല. ഇതിൽ ഏത് ഭാഗത്ത് ഏത് അക്ഷരം വരണം, എങ്ങനെ തെളിയണം എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നതാണ്. ഇതിനാണ് സ്വിച്ചിങ് എന്ന് പറയുക. സ്വിച്ചിങ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ സ്വിച്ചിങ് ആണ്. ഓരോ LED എത്ര LED ഉണ്ടോ, 100 LED ആണെങ്കിൽ 100 സ്വിച്ച് വേണം. 1,00,000 LED-കളാണെങ്കിൽ അതിന് 1,00,000 സ്വിച്ചസ് വേണം. ആ സ്വിച്ചിനെയൊക്കെ ഒരു ഫോട്ടോയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഓൺ എന്ന അവസ്ഥ അല്ലെങ്കിൽ ഓഫ് എന്ന അവസ്ഥ അങ്ങനെ നിർത്തുന്നതാണ് ഈ ചിത്രങ്ങൾ തെളിഞ്ഞു വരാൻ കാരണം. മൊത്തം ഓഫ് ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓഫ്. മൂവിങ് ഇഫക്റ്റ് വരുന്നത് വേറൊരു സിസ്റ്റമാണ്. നമുക്ക് അതിൻ്റെ പഠിച്ചതിന് ശേഷം മൂവിങ് ഇഫക്റ്റ് ഒക്കെ പഠിക്കാം. ഇനി ഇത് തന്നെ ഇതിൻ്റെ വയറിംഗ് ഡയഗ്രാം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത്രയും LED നമ്മൾ വയർ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഓരോ LED-ക്കും നമ്പർ ചെയ്യുന്നത്, അഡ്രസ്സ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ചിത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഏകദേശം നമ്മൾ ഇത്രയും കൊടുത്തിരിക്കുന്ന LED-ൻ്റെ ഒരു സിമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനെ ഞാൻ ഓരോ LED-ക്കും നമ്പർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 1 മുതൽ 2, 3, 4, 5 അങ്ങനെ 100 വരെ നമ്പർ ചെയ്യേണ്ടി വരും 100 LED ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് പകരം എണ്ണം കുറച്ചുകൊണ്ട് നമ്മളിങ്ങനെ വേറൊരു രീതിയിൽ വയർ ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോണിക്സിൽ മാട്രിക്സ് രീതി എന്ന് പറയാം. MATRIX മാട്രിക്സ് രീതി. ഇങ്ങനെ ചെയ്താൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ റോ കോളം എന്ന് നമുക്ക് 2 വെർട്ടിക്കലായിട്ട് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന R1 R2 R3 അതൊക്കെ ഓരോ വരികളാണ്. ഒന്ന് R1 എന്നൊരു വരി, 2 എന്നൊരു വരി. അതുപോലെ ഹൊറിസോണ്ടലായിട്ട് നോക്കുകയാണെങ്കിൽ നോക്കൂ, C1 C2 C3 C4 അതൊരോ വരികൾ. ഈ എത്ര 8 വരികളല്ലേ, ഒരു സൈഡിൽ 8 എണ്ണം വരുന്നു, വലതുവശത്തേക്ക് 8. ഈ 8 എണ്ണം ഈ വരികളുടെ നമ്പർ ഉപയോഗിച്ച് നമുക്കിതിൽ ഏതൊരു LED-നെയും ഒറ്റയ്ക്ക് ഓൺ ചെയ്യാം, 2 3 വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ എല്ലാം ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം സപ്ലൈ കൊടുത്തുകൊണ്ട്. അതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് മനസ്സിലായിക്കോളും. ഒന്നാമത്തെ LED-ന് പറയുമെങ്കിൽ R1 എന്നും C1 R1 C1 എന്നത് ഇടതുവശത്തെ അടുത്തേ അറ്റത്തുള്ള LED നമ്പറാണ്. അതിലോട്ടാണ് സപ്ലൈ കൊടുക്കുന്നത്. ആ ഒരു LED മാത്രമായിരിക്കും ഓൺ ആവുന്നത്. R1 C1 ശ്രദ്ധിക്കുക. R1 തന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് അഡ്രസ്സ് കൊടുക്കുക. R1 C2 എന്ന് പറയുമ്പോൾ അതിനടുത്ത LED തെളിയും. R1 C4 എന്ന് പറയുമ്പോൾ അടുത്തത്, R1 C7 എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലുള്ള വലത്തേ അറ്റത്തുള്ള LED അങ്ങനെ തെളിയും. C8 കൊടുത്താൽ അങ്ങനെ. അതുപോലെ തന്നെ R2 വരി മാറ്റണമെങ്കിൽ R2-ൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് പോസിറ്റീവ് കൊടുക്കുന്നു, ഓപ്പോസിറ്റ് നെഗറ്റീവ് കൊടുക്കുന്നു. ഇപ്പോൾ R1-ൽ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ C2-ൽ നെഗറ്റീവ് ആണ് കൊടുക്കേണ്ടത് സപ്ലൈ DC വോൾട്ടേജ്. പിന്നെ R3 അതുപോലെ C4 ഇങ്ങനെ ചുരുക്കി പറയാം. നിങ്ങൾക്ക് ഇതിലെ ഓരോ LED-കളും അഡ്രസ്സബിൾ ആണ്. അതിൽ ഓരോന്ന് ഒറ്റയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഓൺ ചെയ്യാം. പ്രത്യേക സെക്ഷനിലുള്ള LED മാത്രം അത് വേണമെങ്കിൽ ഓൺ ചെയ്യാം. അതൊക്കെ സ്കാനിങ് പർപ്പസ്, മൾട്ടിപ്ലക്സിങ് എന്നൊക്കെ സിസ്റ്റത്തിലാണ് വരുന്നത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നിങ്ങൾക്കിപ്പം എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ഡാറ്റ ആയി കൺവേർട്ട് ചെയ്യുന്നത്, തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് ചിത്രമായി കാണുന്നത്, ഇതിൽ കാണുന്നത് നമ്മൾ ചിത്രമായി കാണുന്നു. അപ്പം ഇത്രയും സ്വിച്ചുകൾ ഉണ്ടെന്നും പഠിച്ചു. ഇനി ഈ സ്വിച്ചുകളൊക്കെ ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക എന്ന അവസ്ഥയുണ്ടല്ലോ, ആ ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക എന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ സ്വിച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു സ്വിച്ചിനെ ഓൺ ചെയ്യുക നമ്മൾ ഒരു ഡിജിറ്റിനോട് സാങ്കല്പികമായിട്ട് 1 എന്ന് പറയുന്നത്. ഇനി ഓപ്പോസിറ്റ് എന്താണ് സംഭവിക്കുക, 0 എന്ന് പറയും, ഓഫ് ആക്കാം. ഇപ്പം അടുത്ത ചിത്രം നോക്കൂ, ആ ബൾബിനെ നമ്മളങ്ങ് ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത് വെച്ചാൽ അത് പ്രകാശിക്കുന്നില്ല. ഇപ്പോൾ ഈ അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് 0. അപ്പം 0 1 0 1 ഓൺ ആയാൽ 1 എന്ന് പറയുന്നു, ഓഫ് ആയാൽ 0 എന്ന് പറയുന്നു.
ഈ രണ്ട് അവസ്ഥകൾ മാത്രമേ നമുക്ക് LED ഉണ്ടാക്കാൻ പറ്റൂ. അത് കാരണമാണ് കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഡാറ്റകളും 01 01 01 എന്ന് പറയാൻ കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിനെ ഓൺ അവസ്ഥ, ഓഫ് അവസ്ഥ, ഓൺ അവസ്ഥ, ഓഫ് അവസ്ഥ, അതിൽ ഏതൊക്കെ LEDകൾ ഏതൊക്കെ ഭാഗത്ത് ഓൺ ആവണം ഓഫ് ആവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ICകളും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇനി പവർ പോയി വന്നു കഴിഞ്ഞാൽ ഒരു ചിത്രം കൊടുക്കുമ്പോൾ അതിന് ഏതൊക്കെ LED ആണ് ഓൺ ആയിരിക്കേണ്ടത് നമുക്കറിയാലോ. ആ അവസ്ഥ, ഓണായ അവസ്ഥയെ നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, ഓഫായ അവസ്ഥയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പവർ പോയി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ സ്വിച്ചിങ് അതേ പ്രകാരം വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ചിത്രം വീണ്ടും തെളിയുന്നതായിട്ട് നമുക്ക് തോന്നും. ഇങ്ങനെയാണ് ചിത്രങ്ങൾ ഇതിനകത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത്. ഇനി ഇത് തന്നെ ഈ കൊടുത്തിട്ട് LED, ഇതിനെ നമ്മൾ ഓൺ അവസ്ഥ, ഓഫ് അവസ്ഥ, ഓൺ അവസ്ഥ, ഓഫ് അവസ്ഥ, 01 01 01 01. കമ്പ്യൂട്ടറിലും ഇന്റർനെറ്റിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും എല്ലാ സംഭവത്തിലും 01 എന്ന് പറയാൻ കാരണം മോണിറ്റർ ആവട്ടെ, ഡിസ്പ്ലേ ആവട്ടെ, ഇതിനൊക്കെ നമുക്ക് ഓണാക്കുക, ഓഫ് ആക്കുക, അതിലുള്ള LEDകൾ ഓണാക്കുക, ഓഫ് ആക്കുക, ഓണാക്കുക, ഓഫ് ആക്കുക, ഇത് മാത്രമേ നമുക്ക് സാധിക്കൂ ഈ ഡിജിറ്റൽ ഫീൽഡിൽ. അതുകൊണ്ടാണ് ഈ 01 01 എന്ന് വരാൻ കാരണം. ഇനി ആ 01 ഉപയോഗിച്ച് ചിത്രങ്ങൾ മാത്രമല്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സംഖ്യകളും ഡിജിറ്റലുകളും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഡിജിറ്റൽ സംഖ്യ, ആ സംഖ്യ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതൊക്കെ ഞാൻ ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ചിത്രങ്ങൾ കൺവേർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ 01 എന്ന വെറും 2 അക്കം എന്ന് വെച്ചാൽ ബൾബുകൾ ഉപയോഗിച്ച്, LEDകൾ ഉപയോഗിച്ച് ലോകത്ത് നമുക്ക് ലഭ്യമായ ഏത് വലിയ സംഖ്യകളും എങ്ങനെ സംഖ്യ നിർമ്മിക്കാം, അതാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ബൈനറി എന്നൊക്കെ പറയുന്നത്. അത് വിശദമായി തന്നെ ഞാൻ വിവരിക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു സൂചന തന്നു എന്നുള്ളൂ. ഇനി ഈ പറഞ്ഞ LEDകളൊക്കെ 100 കണക്കിന് LED എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നതെന്ന് ബൈ ഹാൻഡ്, നമ്മളെ ഇലക്ട്രിക്കൽ സ്വിച്ച് പോലെയല്ല. ഈ ചിത്രത്തിൽ നോക്കൂ, ഇതുപോലെ നിരവധി ICകൾ, മൈക്രോ കൺട്രോളറുകൾ, ICകൾ, ഇതൊക്കെ ഉപയോഗിച്ച് അതിലോട്ടാണ് ഇതിൻ്റെ കണക്ഷൻ പോകുന്നത്. ഈ 3 ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. മാട്രിക്സ് 8x8 എന്ന് പറയുമ്പോൾ 864ൻ്റെ 3 ഡിസ്പ്ലേ ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിലേക്കൊക്കെ 74595 എന്ന് പറഞ്ഞ IC ഉപയോഗിച്ച് കണക്ഷൻ കൊടുക്കുന്നു. പിന്നെ കൺട്രോൾ IC, ലെഫ്റ്റ് സൈഡിൽ ULN കൊടുക്കുന്നു. ഇങ്ങനെ നിരവധി കൊച്ചു ICകൾ വെച്ചാണ് ഇതിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രിപ്പ് കാണാം. ആ സ്ട്രിപ്പിൻ്റെ അറ്റത്ത് യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ 100 കണക്കിന് കൊച്ചു IC വെച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് വരുമ്പോൾ 4 വയറോ 2 വയറോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ആ 2 വയറിലൂടെ നമുക്ക് ഇത്രയും LEDകളെ ഡ്രൈവ് ചെയ്യാനുള്ള സ്വിച്ചിങ് ഡാറ്റ, ഈ സ്വിച്ചിനെ ഓണാക്കുക, ഓഫ് ആക്കുക എന്നുള്ള അവസ്ഥയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് സ്വിച്ചിങ് ഡാറ്റ എന്ന് പറയും. ഈ സ്വിച്ചിങ് ഡാറ്റ വയറുകളിലൂടെ അയച്ചുകൊണ്ടാണ് ഈ ഡിസ്പ്ലേയിൽ ചിത്രങ്ങൾ തെളിയുന്നത്. അക്ഷരങ്ങളാവട്ടെ, അക്കങ്ങളാവട്ടെ, എന്താണെങ്കിലും വരുന്ന ചിത്രങ്ങൾ, മോണിറ്ററിൽ വരുന്ന മുഴുവൻ ചിത്രങ്ങളായിരിക്കും, മൊബൈൽ സ്ക്രീനിൽ വരുന്ന മുഴുവൻ ചിത്രങ്ങളായിരിക്കും. ഇത് മുഴുവൻ ഇത്തരത്തിൽ ഓൺ ഓഫ് ഡാറ്റകൾ അയച്ചുകൊണ്ടാണ് നമ്മൾ സാധ്യമാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ 01 എന്ന് വരാൻ കാരണം? ഇനി എവിടെ 01 കണ്ടാലും അത് യഥാർത്ഥത്തിൽ 01 അല്ല എന്നും നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ 2 ഡിജിറ്റ് ഉപയോഗിച്ച് അതിനെ പ്രതിനിധാനം ചെയ്യുന്നതെന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം.